ഹലോ ഹലോ. മുത്തുമണിയെ. എന്തെറ്റി? അന്ന് പറ്റിയിട്ടൊന്നുമില്ലേ? അല്ല, ഇടക്ക് ആ ഇടക്ക് സ്നേഹം കൂടും, ഇടക്ക് പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തും. ആര്? നിങ്ങള് ഞാനോ? പിന്നല്ലാണ്ട്. ഞാനതിന് ഇത്ര നേരമായിട്ട് എന്നെ വിളിച്ചില്ലല്ലോ ആച്ചി. പിന്നെ ഇങ്ങനെ എന്നെ ഞാൻ ദേഷ്യപ്പെടുത്തുന്നു സങ്കടപ്പെടുത്തുന്നൊക്കെ? ഇപ്പഴല്ല, ഞാൻ പൊതുവെ ഒരു കാര്യം പറഞ്ഞതാ. ഓ, പൊതുവേ ഉള്ളൊരു തത്വം പറഞ്ഞതാണോ? അങ്ങനെ പറയാ. അത് വേറൊന്നുമല്ല ആച്ചി. ഉം. പല സമയത്ത് പല മൈൻഡായിരിക്കും. എനിക്ക് ചില സമയത്ത് ഭയങ്കര സ്നേഹമല്ലേ, കാണാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ കാണാതിരിക്കണ്ടല്ലോ. അല്ല, കോള് കട്ട് ചെയ്യാൻ പോലും താമസിക്കാത്ത സിറ്റുവേഷൻസ് ഈ ഉണ്ടാക്കാറുണ്ടല്ലോ എനിക്ക്. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ അങ്ങനെയൊന്നും ഇടയ്ക്കൊന്നും വരാറില്ല. വല്ലപ്പോഴും ആണ്ടിൽ അല്ലെങ്കിൽ ആഴ്ചയിലെങ്ങാണ്. അതെന്താ അങ്ങനെ? അത് ചിലപ്പോ സ്നേഹം കുറഞ്ഞിട്ടേക്കും, ചിലപ്പോ വേറെന്തെങ്കിലും തിരക്കിലായിരിക്കും. അതായിരിക്കില്ലേ, തിരക്കായിരിക്കും. രണ്ടാമത് പറഞ്ഞായിരിക്കും സത്യം. ആദ്യം പറഞ്ഞത് ഞാനും മച്ച് യാതൊരു മാച്ചും ഇല്ല. ആയിക്കോട്ടെ സാറേ. എന്തേ ഉം. അങ്ങനെയാടോ? എന്താണെന്നറിയാൻ വയ്യ. ആ. ഇപ്പോൾ ഒരു ദിവസം ഒന്നും വിളിക്കാണ്ടിരിക്കാൻ ഒന്നും കഴിയുന്നില്ല. മറ്റേത് ഇടയ്ക്കൊന്നും വിളിക്കാതൊക്കെ ഇരിക്കുമായിരുന്നല്ലോ. അതെന്തായിരിക്കും? ചെറിയ ടൈമില്ലേ എനക്ക് എന്നെ വിളിക്കാൻ തോന്നൂലേ? അത് പറയണ്ടാവേ, എനിക്ക് ഭയങ്കര വിഷമം വരും. വിളിക്കാൻ തോന്നൂലെന്നല്ല, പിന്നെ എനിക്ക് ഇടക്കിടക്കാണ് വിളിക്കാൻ തോന്നുന്നു പറയാൻ നിൽക്കിയിരുന്നു. ഓ, അങ്ങനെ. അത് ഇടയ്ക്കല്ലല്ലോ, 5 മിനിറ്റ് ഇടവിട്ടുണ്ടല്ലോ ഓരോ മിസ് കോള് അല്ലെങ്കിൽ ഓരോ മെസ്സേജ് എല്ലാം ഉണ്ടാവുമല്ലോ. അത് ഞാൻ അവിടെ ബോറടിച്ചിട്ടല്ലേ? അതെനിക്കറിയാൻ വെച്ച് എനക്കെപ്പോഴും ബോറടി ആയിരിക്കുന്നു. എപ്പോഴൊന്നും ഇല്ല സാറേ, ഇടക്കുള്ളൂ. ബാക്കിയുള്ള ടൈമിൽ ഞാനുണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്ത് എന്ത് പറഞ്ഞിങ്ങനെ ഇരിക്കുമല്ലോ. പിന്നെ ആ. എനിക്കിനി ബോറടി വരുമ്പോൾ എന്നെ വിളിക്കല്ലേ. അതെന്താ? ഞാൻ തിരക്കായിരിക്കും ഇനി. ഓ ആയിക്കോട്ടെ, നമ്മുടെ സംസാരിക്കാൻ ടൈമില്ല, തിരക്ക്. അങ്ങനെയല്ല, അത് എല്ലാവരും പറയുന്ന ഡയലോഗല്ലേ. അതല്ല, എന്താണ്? എനിക്ക് ബോറടിക്കാൻ ടൈമിൽ നിങ്ങൾക്ക് ഞാൻ തിരക്കാവും. നിങ്ങൾക്ക് മുൻകൂട്ടി അറിയണ്ട എനിക്കിപ്പോ ബോറടിക്കണ്ടെന്ന്. അങ്ങനെയല്ല വെച്ചാൽ എനക്ക് എന്നെ വിളിക്കാണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ബോറായല്ലോ. ഓ അങ്ങനെ. അപ്പം ഈ എന്തായാലും എന്നെ വിളിക്കില്ലേ? ഞാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല കേട്ടോ. അപ്പം വെറുതെ ഞാൻ ആശിച്ചു അല്ലേ. അല്ലെങ്കിലും നമ്മൾ ആശിക്കുന്നതൊന്നും കിട്ടാറില്ലല്ലോ. അത് ഞാനാ അത് പറയണ്ടേ. നമ്മൾ ഞാൻ ചെറിയൊരു സ്നേഹം. ആഗ്രഹിച്ചതൊന്നും കിട്ടാറില്ല. ഞാൻ എവിടെയൊക്കെ പോവാൻ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല. എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള യാത്ര മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ? അത് ഈ ചോദിക്കത്തില്ലല്ലോ, എനക്കതൊന്നും എന്താ നിങ്ങളെ അറിയണ്ടല്ലോ. മനസ്സില്? അത് ഇനി അതും കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഞാൻ സംസാരിക്കുള്ളൂ നിങ്ങൾക്ക്. എനക്ക് കുറച്ച് എൻ്റെ സ്നേഹം അത് ഫുള്ളായിട്ട് തന്നിരിക്കല്ലേ, ഇതിനെ കുറച്ച് തന്നിരിക്കുന്നു, അതൊക്കെ എൻ്റെ അടുത്തെത്തിയില്ലല്ലോ അത്. ആ, അതിന്റെ മറുപടി നിങ്ങളാണ് തരണ്ടേ. അതെന്താ എത്താത്ത ഈ തരാത്തോണ്ടല്ലേ. ഞാൻ എന്തിനാ തരണ്ടേ? നിങ്ങളല്ലേ തരണ്ടേ. ഞാൻ ആവശ്യത്തിന് അധികം തരണില്ല വച്ചേ. ഇല്ലല്ലോ. എപ്പോൾ വിളിച്ചാലും എന്നോട് നല്ല സ്നേഹത്തിലല്ലേ സംസാരിക്കുന്നത്. വിലയിലൊന്നല്ല പോയി, നിങ്ങൾ എന്റെ മുന്നിലുണ്ടാവണം. അപ്പം മാത്രമേ സ്നേഹം ശരിയാവുള്ളൂ. ഞാൻ ശരിയാവുന്നല്ല, പിന്നെ നിങ്ങളെ പരാതിക്കൊരു ഒരു ഇതാവും അവസാനം അതൊരിക്കലും ഉണ്ടാവില്ല. എന്തേ നിങ്ങൾ വരുന്നില്ല അപ്പോ? അങ്ങനെയല്ല, സ്നേഹിച്ചങ്ങനെ പെട്ടെന്ന് തീരുവോ സ്നേഹം? അങ്ങനെ തരില്ല. സ്നേഹിക്കും തോറും കൂടി വരുന്ന സാധനം ഏതാ? അതെന്താ? സ്നേഹിച്ച എന്താടോ ഏറ്റവും കൂടുതൽ കൂടി വരിക മനസ്സിൽ? അക്കലും അല്ല വായിച്ച്, സ്നേഹം കൂടി വരുത്തല്ലോ സ്നേഹിക്കുന്നതിനനുസരിച്ച്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ എന്ത് ഉദ്ദേശിച്ചാലും ഒരു കുഴപ്പമില്ല. ഓ ആയിക്കോട്ടെ. വായിച്ചേ കാണാൻ തോന്നുന്നുണ്ടോ? ശരിക്കും
എനക്കില്ല. ഓ അപ്പൊ എനിക്കുമില്ല. ഞാൻ വെറുതെ പറഞ്ഞത്. എനക്കുണ്ടോ, എനക്കല്ലേ കൂടുതലുള്ളത് എന്നെക്കാളും. അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിണങ്ങല്ലേ? കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം പിണങ്ങായിരുന്നാല്. ഉറപ്പാ? ഉറപ്പ്. പിണങ്ങല്ലോ പക്ഷേ വിളിച്ചാല്. പിണങ്ങത്തില്ല.